ജീവിതത്തിലും അല്ലെങ്കിൽ നമ്മുടെ ധ്യാനത്തിനുമുള്ള ഒരു സമീപനമാണ് മൈൻഡ്ഫുൾനെസ്. ഇത് ഓരോ വ്യക്തികളും അവരുടെ ചിന്തകളും ഇമോഷനുകളും അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ നിർണ്ണയിക്കുവാനോ അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനോ സഹായിക്കുന്നു. അഥവാ മൈൻഡ്ഫുൾനെസ് വ്യായാമത്തിൽ ആഴത്തിലുള്ള ശ്വസനം, ദൃശ്യവൽക്കരണം, ജേണലിംഗ് എന്നിവ ഉൾപ്പെടാം. അഥവാ മൈൻഡ്ഫുൾനെസ് പരിശീലിക്കാൻ സമയമെടുക്കാം. പക്ഷെ കൂടാതെ പതിവ് പരിശീലനത്തിലൂടെ മൈൻഡ്ഫുൾനെസ് കഴിവുകൾ പലപ്പോഴും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അഥവാ ഇനി മൈൻഡ്ഫുൾനെസ് എന്താണ്? മൈൻഡ്ഫുൾനെസ് എന്നാൽ വർത്തമാന നിമിഷത്തിൽ ശ്രദ്ധയും അല്ലെങ്കിൽ നമ്മളെ നിലനിർത്തുകയും ചെയ്യുക എന്നതാണ്. അഥവാ മൈൻഡ്ഫുൾനെസ് എന്നത് ഒരു കഴിവാണ്. അഥവാ നമുക്ക് പഠിക്കാനും വികസിപ്പിക്കാനും കഴിയുന്ന കുറേ ടൂളുകൾ ഇതിലുണ്ട്. അഥവാ കൂടാതെ ഒരു ജീവിത രീതിയും അല്ലെങ്കിൽ നമുക്കൊരു സ്വഭാവ സവിശേഷതയും കൂടിയാണിത്. അഥവാ നമ്മൾ ഭാവിയെക്കുറിച്ച് കൂടുതൽ ആകുലപ്പെടുകയോ അല്ലെങ്കിൽ വിഷമിക്കുന്നതിന് പകരം നമ്മൾ മറ്റുള്ളവരുടെ സാഹചര്യങ്ങളെ മുഖവിലക്കി അനുഭവിക്കുന്നു അല്ലെങ്കിൽ അനുവദിക്കുന്നു. അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് തുറന്ന അവബോധത്തോടെ വർത്തമാന നിമിഷത്തിൽ അഥവാ ഈ നിമിഷത്തിൽ അഥവാ നമ്മൾ ലക്ഷ്യബോധത്തോടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നമ്മളെയും മറ്റുള്ളവരെയും നമ്മുടെ ജീവിതത്തെയും സ്നേഹിക്കാൻ വിലയിരുത്തലുകളും അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കാനും നമ്മളെ ഇത് അനുവദിക്കുന്നു എന്നതാണ്.